നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. മഷ്റൂം വെച്ചിട്ടുള്ളൊരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ കാല് കുറച്ച് നീളമുള്ളത് കൊണ്ട് ഞാൻ അതും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടാണ് വെക്കുന്നത്. രണ്ടായിട്ട് മുറിച്ചിട്ട് നടുകെ ഒന്നും കൂടെ മുറിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടെടുക്കാം. മഷ്റൂം എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. മഷ്റൂം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷാംശം അതിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി ഒന്ന് എടുത്ത് വയ്ക്കുന്നത്. വെള്ളം ഒഴിച്ച് വെക്കരുത്. വെള്ളമില്ലാതെ വേണം ഇതുപോലെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടൊന്ന് തിരുമ്മിയെടുത്ത് വെക്കാനായിട്ട്. 5 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കറി ഇവിടെ വറുത്തരച്ചാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് വറുത്തെടുക്കണം. 1 കപ്പ് തേങ്ങ ചെറിയതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ തേങ്ങയൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം ചേർക്കുമ്പം ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പാത്രം നല്ല ചൂടായതുകൊണ്ട് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. പൊടികൾ കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് കറിക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി അതനുസരിച്ച് ചേർത്താൽ മതി. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് തീ വളരെ ലോ ആയിട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഇതൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പാത്രത്തിൽ തന്നെ ഇത് വെച്ചിരുന്നാൽ പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ കറികൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മൺചട്ടിയിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 5-6 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്കാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊട്ടറ്റോ ക്യൂബ്സായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ 2 മിനിറ്റ് ഇതുപോലെ ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊട്ടറ്റോ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. മഷ്റൂം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചിരുന്നതാണ്. അത് നന്നായിട്ട് 2 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചതുകൊണ്ടാണ് അതിൻ്റെ കളറൊന്ന് വ്യത്യാസം വന്നിട്ടുള്ളത്. മഷ്റൂമും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കരുത്. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് വെള്ളം ആവശ്യത്തിന് വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും മഷ്റൂമൊക്കെ ഒരു 90% വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കിയിട്ടതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ നമ്മൾ വറുത്തെടുത്തത് നന്നായിട്ട് അരച്ചിട്ട് വരാം. അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ മഷ്റൂമും പൊട്ടറ്റോയും ഒക്കെ ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചെടുത്തത് ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം ചേർക്കുമ്പം ഇതിൻ്റെ വറുത്തരച്ചതിൻ്റെ ഒരു കളറ് മാറിപ്പോകും. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇതുവരെ. ഇനി നമുക്കിതിലേക്ക് കറിക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ച് വെച്ച് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെയാണ് ഞാനിപ്പോൾ ഇതുപോലെ വെച്ച് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കറി വേറെ ഒന്നും ചെയ്യാനില്ല. ഉപ്പൊക്കെ പാകമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. ഇനി നമുക്ക് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇറച്ചി മീനുമൊക്കെ ഒഴിവാക്കുന്ന നോമ്പിൻ്റെ സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.